basic electronics device. Okay. ബേസിക് ഇലക്ട്രോണിക്സ് ഡിവൈസിൽ മേജറായിട്ട് നിങ്ങൾക്ക് ചോദിക്കാൻ പോകുന്ന രണ്ട് പാർട്ട് എന്ന് പറയുന്നത് ഡയോഡ് വെച്ചിട്ടുള്ള പ്രോബ്ലം, സെമി കണ്ടക്ടർ ഡയോഡ്, പി എൻ ജംഗ്ഷൻ സെമി കണ്ടക്ടർ ഡയോഡ് ആൻഡ് ട്രാൻസിസ്റ്റർ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആയിരിക്കും കൂടുതലും ചോദിക്കും. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പി എൻ ജംഗ്ഷൻ ഡയോഡിനെ കുറിച്ച് നോക്കാം. അതിൻ്റെ കുറേ പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം, പ്രീവിയസ് ഇയർ പ്രോബ്ലംസ്. In PN junction diode എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, as we all know, a p-type semiconductor and n-type semiconductor joined together using some special fabrication technique നെയാണ് നമ്മൾ PN junction diode എന്ന് പറയുന്നത്. ഇപ്പം അതിന് പറയുമ്പോൾ എന്താണ് ഒരു p-type semiconductor, എന്താണ് ഒരു n-type semiconductor എന്ന് നമുക്ക് ജസ്റ്റ് അതിൻ്റെ കാര്യങ്ങൾ അറിയേണ്ടി വരും. ബിഫോർ ദാറ്റ്, ദ സെമികണ്ടക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മെറ്റീരിയലിൻ്റെ നമുക്കറിയാം, മെറ്റീരിയൽ ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ദർ കണ്ടക്ടിവിറ്റി നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. വൺ ഈസ് കണ്ടക്ടേഴ്സ്, വൺ ഈസ് ഇൻസുലേറ്റർ, വൺ ഈസ് സെമി കണ്ടക്ടർ. നമുക്കറിയാം കണ്ടക്ടർ എന്ന് പറയുന്നത് അതിൻ്റെ കണ്ടക്ടിവിറ്റി വളരെ ഹയർ ആണ്. ഓൾമോസ്റ്റ് ഓൾ ദ മെറ്റൽസ് ആർ കണ്ടക്ടേഴ്സ്, വെരി ഗുഡ് ഇലക്ട്രിക് കണ്ടക്ടേഴ്സ്. അതിൽ ലാർജ് നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവും. അതിനകത്തൊരു ലാർജ് നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ആയത് കാരണം തന്നെ നമ്മളൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്ത് കഴിയുന്നുണ്ടെങ്കിൽ അതിലൂടെ ഒരു ലാർജ് കറണ്ട് സ്റ്റാർട്ട് ഫ്ലോ. That is known as conductors. All the metals things are examples of good conductors. Then we can know other type of material according to their conductivity is insulator. Insulator നമുക്കറിയാം, ഇൻസുലേഷൻ നമ്മൾ കൊടുക്കുന്നത് കണ്ടക്ടിവിറ്റി തടയാൻ വേണ്ടിയിട്ടാണ്, ഇലക്ട്രിക് കറണ്ട് പ്രൊഹിബിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. there are എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്രീ ഇലക്ട്രോൺസ് ഒന്നും തന്നെ ഇല്ലാത്ത മെറ്റീരിയൽസിനെയാണ് നമ്മൾ ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. ലൈക്ക് റബ്ബർ, പ്ലാസ്റ്റിക് ഒക്കെ എക്സാമ്പിൾസ് ഓഫ് ഇൻസുലേറ്റേഴ്സ് ആണ്. അതിനകത്ത് ഫ്രീ ഇലക്ട്രോൺസ് ഇല്ല. അപ്പോൾ എത്ര പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഒരു റബ്ബർ അല്ലെങ്കിൽ മെറ്റീരിയലിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, പ്ലാസ്റ്റിക് ടൈപ്പ് മെറ്റീരിയലിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിലൂടെ ഇലക്ട്രിക് കറണ്ട് ഫ്ലോ ചെയ്യില്ല, അതിനകത്ത് ഫ്രീ ഇലക്ട്രോൺസ് ഇല്ല. ഇനി അനദർ ടൈപ്പ് ഓഫ് മെറ്റീരിയലാണ് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇൻ സെമി കണ്ടക്ടേഴ്സ് ഇറ്റ്സ് കണ്ടക്ടിവിറ്റി ലൈസ് ബിറ്റ്വീൻ കണ്ടക്ടർ ആൻഡ് സെമി കണ്ടക്ടർ. ദാറ്റ് മീൻസ് it has a partial conductivity, but in absolute zero temperature. Absolute zero temperature അതിൻ്റെ കണ്ടക്ടിവിറ്റി സീറോ ആണ്. കണ്ടക്ടിവിറ്റി സീറോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ആക്ട് ആസ് എ ഇൻസുലേറ്റർ. അപ്പം സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞ മെറ്റീരിയൽ ഇറ്റ്സ് കണ്ടക്ടിവിറ്റി ഈസ് ഓൾസോ ഡിപ്പെൻഡ്സ് അപ്പോൺ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ വേരി ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കണ്ടക്ടിവിറ്റി മാറും. അപ്പം ഈ നോർമൽ ടെമ്പറേച്ചർ ആണെങ്കിൽ പോലും അതിൻ്റെ കണ്ടക്ടിവിറ്റി നോർമൽ സെമി കണ്ടക്ടറിൻ്റെ പ്യൂറായിട്ടുള്ള സെമി കണ്ടക്ടറിൻ്റെ കണ്ടക്ടിവിറ്റി വളരെ സ്മോൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് സെമി കണ്ടക്ടറിൻ്റെ ക്രിസ്റ്റലൈൻ, ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ഡീറ്റെയിൽ ആയിട്ട് പോയി കഴിഞ്ഞാൽ ഈ ക്ലാസ് മൊത്തം വേണ്ടി വരും. പിന്നെ സെമി കണ്ടക്ടറിൽ നമുക്കറിയാം ഒരു ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ആണുള്ളത്. ക്രിസ്റ്റലൈൻ സ്ട്രക്ചറിൽ വാലൻസ് 4 ഇലക്ട്രോൺസ് ആണുള്ളത് ഒരു ആറ്റത്തിന്. ലൈക്ക് സിലിക്കൺ, ജെർമേനിയം അതുപോലത്തെയുള്ള സെമി കണ്ടക്ടേഴ്സിനൊക്കെ വാലൻസിൽ 4 ഇലക്ട്രോൺസ് ആണുള്ളത്. ആ 4 ഇലക്ട്രോൺസ് നൈബറിംഗ് ആയിട്ടുള്ള 4 ഇലക്ട്രോൺസുമായിട്ട് ഷെയർ ചെയ്ത് അതിൻ്റെ വാലൻസ് ഷെല്ല് 8 ഇലക്ട്രോൺസ് ആയിട്ട് നമ്മൾ ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ 8 ഇലക്ട്രോൺ അത് സ്റ്റേബിൾ ആയിട്ടിരിക്കുകയാണുള്ളത്. ആ ഷെയറിങ്ങിനാണ് നമ്മൾ കോവാലൻ്റ് ബോണ്ട് എന്ന് പറയുന്നത്. സോ ഇൻ സെമി കണ്ടക്ടർ വി ക്യാൻ ഹാവ് കോവാലൻ്റ് ബോണ്ട് ആൻഡ് ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ. ഓക്കെ, സോ നമ്മളൊരു ജസ്റ്റ് ഒരു ഇത് വരയ്ക്കുകയാണെങ്കിൽ, കൺസിഡർ എ സിലിക്കൺ ആറ്റം. ഇപ്പോൾ ഒരു സിലിക്കൺ ആറ്റം വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 4 ഈ +4 എന്നിട്ടിരിക്കുന്നത് ന്യൂക്ലിയസ് ആൻഡ് ഇലക്ട്രോൺ എക്സെപ്റ്റ് ദ വാലൻസ് ഇലക്ട്രോൺ. അപ്പോൾ 4 വാലൻസ് ഇലക്ട്രോൺസോട് വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആറ്റം സ്റ്റേബിളായി. +4 എന്നിട്ടിരിക്കുന്നത് 4 ഇലക്ട്രോൺസ് പുറത്തുള്ളതുകൊണ്ടാണ്. 4 ഇലക്ട്രോൺസോട് കൂടി കഴിഞ്ഞാൽ അത് സ്റ്റേബിളായി. ലൈക്ക് ദാറ്റ് വി ക്യാൻ ഹാവ് neighboring 4 electrons. Okay, so these neighboring electrons are shared. This sharing is generally known as covalent bond. ഇനി ഇതും ഇതിൻ്റെ നെയ്ബറിംഗ് ആയിട്ടുള്ള 4
ആറ്റമായിട്ട് ഇലക്ട്രോൺസ് ഷെയർ ചെയ്യുന്നുണ്ട്. ഞാൻ അതിൻ്റെ ഫുള്ള് വരയ്ക്കുന്നില്ല എന്നേ ഉള്ളൂ. then also sharing. So this sharing is known as covalent bond. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റേബിൾ സ്ട്രക്ചറിലാണ് ഇരിക്കുന്നത്. അപ്പം അതിൽ അബ്സല്യൂട്ട് സീറോയിൽ ദർ ഈസ് നോ ഫ്രീ ഇലക്ട്രോൺസ്, അബ്സല്യൂട്ട് സീറോയിൽ. അപ്പം നമ്മളൊരു എക്സ്റ്റേണൽ എനർജി കൊടുക്കുക, ലൈക്ക് ടെമ്പറേച്ചർ ഓർ ലൈറ്റ്, എനിത്തിങ് ലൈക്ക് ദാറ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കോവാലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്യും. ദിസ് ഇലക്ട്രോൺസ് വിൽ ബി ജംപ് ഫ്രം ദിസ് ഷെയറിങ്. അപ്പോൾ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൺസ് ഒരു ഇലക്ട്രോൺസ് ജമ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദർ വിൽ ബി എ ഹോൾ, വേക്കൻസി ഓഫ് ഇലക്ട്രോൺസ് വിൽ ഹാപ്പൻസ്. So we can have, when an energy is given, energy കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ we can have electron hole pair. This electron hole pair will generate. പറഞ്ഞു. ഓ പ്രസന്റേഷൻ കാണുന്നില്ല, സോറി. നിങ്ങൾ ഇതുവരെ പറയാത്ത എന്താ? ഓക്കെ, സോറി. Okay, fine. So this is like that. So when an energy is given, an electron hole pair will generate. അപ്പോൾ electron hole pair will generate ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ it will start to conduct. Whenever there is a free electron and a hole is actually a desire of electron. Okay. അപ്പം ഞാനിത് ജസ്റ്റ് പറയുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ജനറൽ ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. According to the band theory, ഇപ്പോൾ ബാൻഡ് തിയറി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ we know that there is a band gap between the conduction band and valence band. This is the conduction band. This is the valence band. അപ്പോൾ ഈ വാലൻസ് ബാൻഡിലെ ഇലക്ട്രോൺസിനെയാണ് ഈ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. ഈ ഇലക്ട്രോൺസ് ആണ് ഷെയർ ചെയ്തിരിക്കുന്നത് 4 ഇലക്ട്രോൺസ് ആയിട്ട്. അപ്പോൾ ഇങ്ങനെ ഷെയർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ until and unless an energy is given, and energy എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻസർ ദിസ് എനർജി ലെവൽ E1 ആണെന്ന് വിചാരിക്കുക, E2 ആണെന്ന് വിചാരിക്കുക. ഒരു എനർജി കൊടുക്കുകയാണ്, ആ എനർജി എന്ന് പറയുന്നത് E2 മൈനസ് E1 ഈക്വലൻ്റ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെ ഒരു എനർജി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ what happened is the electrons will be, ഒരു electron start to go to conduction band, so there will be a hole will generate. So electron hole will generate. Whenever large number of electron hole pair will generate, it will start to conduct. Its conductivity is increases, like that. അപ്പോൾ നമ്മൾ ടെമ്പറേച്ചർ കൂട്ടി കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കണ്ടക്ടിവിറ്റി കൂടും, ഒരു സെമി കണ്ടക്ടറിൻ്റെ കണ്ടക്ടിവിറ്റി കൂടും. That is known as it is having a negative temperature coefficient of resistance. So the semiconductor having negative temperature coefficient of resistance. അതായത് ഇതിൻ്റെ ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റെസിസ്റ്റൻസ് കുറയും. But in metal, we know that it has a positive temperature coefficient of resistance because large number of free electrons metals ഉണ്ട്. അപ്പോൾ ടെമ്പറേച്ചർ കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ വൈബ്രേഷൻ എനർജി കൂടും. വൈബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വെലോസിറ്റി കുറയും. സോ ഇറ്റ്സ് കണ്ടക്ടിവിറ്റി വിൽ റെഡ്യൂസ്. ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. സോ ദിസ് ഈസ് എ വെരി ജനറൽ ഐഡിയ. അപ്പോൾ ഇതൊരു പ്യൂർ സെമി കണ്ടക്ടറാണ്. Okay, this is in the case of pure semiconductor. When we dope with some material, that means we can dope with either trivalent impurity. ഇതിൻ്റെ കണ്ടക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യുന്നത്. either we can add trivalent impurity or we can add pentavalent impurity. സോ ട്രൈവാലൻ്റ് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ട്രൈവാലൻ്റ് ഇമ്പ്യൂരിറ്റി എന്ന് പറഞ്ഞാൽ 3 ഇലക്ട്രോൺസ് വാലൻസ് ഷെല്ലിലുള്ളതാണ്, ലൈക്ക് ബോറോൺ ടൈപ്പ് മെറ്റീരിയൽ. അപ്പോൾ ദർ ഈസ് എ ഡെഫിഷ്യൻസി ഓഫ് ഇലക്ട്രോൺ ടു ഫിൽ ദ കോവാലൻ്റ് ബോണ്ട്. ആ ഡെഫിഷ്യൻസിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ ആ ഡിസയറിനെയാണ് നമ്മൾ ഹോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഡോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹോൾ ജനറേറ്റ് ചെയ്യും. അപ്പം എക്സാമ്പിൾ ബോറോൺ ടൈപ്പ് മെറ്റീരിയൽ.
അപ്പോൾ ട്രൈവാലൻ്റ് ഇമ്പ്യൂരിറ്റി വെച്ച് ഡോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പി ടൈപ്പ് സെമി കണ്ടക്ടർ, പോസിറ്റീവ് ടൈപ്പ് സെമി കണ്ടക്ടർ ആണ് കിട്ടുക. പി ടൈപ്പ് സെമി കണ്ടക്ടർ. ഓക്കെ, പി ടൈപ്പ് സെമി കണ്ടക്ടർ നമ്മൾ വരയ്ക്കാൻ പോകുന്നത് നെഗറ്റീവ് മൊബൈൽ അയൺ വിത്ത് ഹോൾ, നെഗറ്റീവ് മൊബൈൽ അയൺ വിത്ത് ഹോൾ, നെഗറ്റീവ് മൊബൈൽ അയൺ വിത്ത് ഹോൾ ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഈച്ച് ഡോപ്പിങ്ങിൽ ഒരു ഹോൾ വില്ല് കോൺട്രിബ്യൂട്ട്, ഒരു ഹോള്, കാരണം ഒരു ഡിസയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടാവും. ഓക്കെ, സോ ആൻഡ് ഓൾസോ ഇൻ പെൻഡാവാലൻ്റ് ഇമ്പ്യൂരിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഫോസ്ഫറസ് വെച്ചിട്ടുള്ള മെറ്റീരിയൽ ഒക്കെ വെച്ച് ഡോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് 5 ഇലക്ട്രോൺസ് ഉണ്ട്. സോ അതെന്ന് പറയുന്നത് എൻ ടൈപ്പ് മെറ്റീരിയലാണ്. ദാറ്റ് ഈസ് എൻ ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എക്സസ് ഓഫ് നെഗറ്റീവ് ചാർജ് കാരിയേഴ്സ് ഉണ്ട്, അതുകൊണ്ടാണ് എൻ ടൈപ്പ് എന്ന് പറയുന്നത്. ഇതിനകത്ത് പി ടൈപ്പിനകത്ത് പോസിറ്റീവ് ടൈപ്പ് മെറ്റീരിയൽ ഉണ്ട്, അതായത് ഹോൾ ഉണ്ട്, അതുകൊണ്ടാണ് അതിന് പി ടൈപ്പ് എന്ന് പറയുന്നത്, പോസിറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോസിറ്റീവ് മൊബൈൽ അയൺ വിത്ത് ഇലക്ട്രോൺ. ഈ ഡോപ്പിംഗ് ആറ്റത്തിൻ്റെ ഇത് മാത്രമാണ് ഞാൻ വരയ്ക്കുന്നുള്ളൂ. സോ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. അപ്പോൾ ഇങ്ങനെയാണ് ഡോപ്പിംഗ് ആറ്റത്തിൻ്റെ കോൺസെൻട്രേഷൻ എടുക്കുന്നത്. അപ്പം ഇനിയിപ്പോൾ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ ഒരു പി ടൈപ്പ് സെമി കണ്ടക്ടർ എൻ ടൈപ്പ് സെമി കണ്ടക്ടറോടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പി ടൈപ്പ് സെമി കണ്ടക്ടറാണ്, ഇതൊരു എൻ ടൈപ്പ് സെമി കണ്ടക്ടറാണ്, ഇത് രണ്ടോടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പി എൻ ജംഗ്ഷൻ കിട്ടുന്നത്. ആ പി എൻ ജംഗ്ഷനെയാണ് നമ്മൾ പി എൻ ജംഗ്ഷൻ ഡയോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഡയോഡ് എന്ന് പറയുന്നത് സിംപ്ലി ഒരു പി ടൈപ്പ് സെമി കണ്ടക്ടർ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ള ഇതാണ് നമ്മൾ ഡയോഡ് എന്ന് പി എൻ ജംഗ്ഷൻ സെമി കണ്ടക്ടർ ഡയോഡ്, സിംപ്ലി ഡയോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഓൾസോ ഇതെന്ന് പറയുന്നത് നമ്മൾ ഡോപ്പ് ചെയ്തിട്ടുണ്ടായ ആറ്റാണ്, അല്ലാണ്ട് നമ്മളൊരു due to the temperature there will be an electron hole pair will generate. അത് കോവാലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്തുണ്ടാവുന്ന ഇലക്ട്രോൺ ഹോൾ പെയർ ആണ്. ഓക്കെ, അതുപോലെ എൻ ടൈപ്പ് മെറ്റീരിയൽ ഒരു ഇലക്ട്രോൺ ഹോൾ പെയർ കാണും. സോ ദാറ്റ് മീൻസ് ഇൻ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ആർ ഇലക്ട്രോൺസ് ആൻഡ് മൈനോറിറ്റി കാരിയേഴ്സ്, കുറവുള്ള കാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ ഹോളാണ്. ഇൻ പി ടൈപ്പ് സെമി കണ്ടക്ടർ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ആർ ഹോൾസ് ആൻഡ് ദി മൈനോറിറ്റി കാരിയേഴ്സ് ആർ ഇലക്ട്രോൺസ്. ഓക്കെ, അപ്പോൾ ഇതൊരു ഡിവൈസ് ആയിട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു പി ടൈപ്പും എൻ ടൈപ്പോടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ ഡിവൈസായി, ഒരൊറ്റ സെമി കണ്ടക്ടറായി. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനീഷ്യലി അതിനകത്ത് കുറച്ച് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യും. ആ പ്രോസസ്സിനെയാണ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ഡിഫ്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ഉണ്ടാവും. അപ്പോൾ എന്താണ് ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ്? നമുക്കിപ്പോൾ അറിയാം, നമ്മളൊരു എന്താ പറയുക, നമ്മളൊരു ഗ്ലാസ്സിൽ, ഒരു ഗ്ലാസ് ഓഫ് വാട്ടറിൽ നമ്മൾ ഒരു ഡ്രോപ്പ് ഇങ്ക് ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് നേരം കഴിയുമ്പോൾ അതെല്ലായിടത്തും, ആ വാട്ടറിൻ്റെ എല്ലായിടത്തും ഇതായിട്ട് നമുക്കൊരു യൂണിഫോം രീതിയിലായിട്ട് സംഭവിക്കും. കാരണം എന്താ സംഭവിക്കുന്നത്, കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ ഉണ്ടാകുന്ന ഒരു ഹയർ കോൺസെൻട്രേഷൻ റീജിയനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷൻ റീജിയനിലേക്ക് പോകാനുള്ള ടെൻഡൻസി ഉണ്ടാവും. ഓക്കെ, എന്ത് മെറ്റീരിയലിനാണെങ്കിലും അതിനെയാണ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. സോ ഡിഫ്യൂഷൻ മൂലം ഒരു കറണ്ട് ഉണ്ടാവും, അതായത് ഈ ചാർജ് കാരിയേഴ്സിൻ്റെ ഡിഫ്യൂഷൻ മൂലം. കാരണം എന്താ, ഇവിടെ ലാർജ് നമ്പർ ഓഫ് ഹോൾസ് ഉണ്ട്, ഇവിടെ സ്മോൾ നമ്പർ ഓഫ് ഹോൾസേ ഉള്ളൂ. അപ്പോൾ എന്താ സംഭവിക്കും, ഇനീഷ്യലി ഹോൾ സ്റ്റാർട്ട് ടു മൂവ്, കുറവുള്ള സ്ഥലത്തേക്ക് മൂവ് ചെയ്ത് ഈ യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് ഇത് ശ്രമിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ഇലക്ട്രോൺസ് ഉണ്ട്, ഇവിടെ ഇലക്ട്രോൺസ് വളരെ കുറവായിട്ടുള്ള റീജിയനാണ്. അപ്പോൾ ഇലക്ട്രോൺ സ്റ്റാർട്ട് ടു മൂവ് ഇൻ ടു ദിസ് ജംഗ്ഷൻ. സോ ഈ ഇലക്ട്രോണിൻ്റെ ഹോളിൻ്റെ മൂവ്മെൻറ്റ് മൂലം ദർ വിൽ ബി എ ഡിഫ്യൂഷൻ കറണ്ട്. ഓക്കെ, ഒരു ഡിഫ്യൂഷൻ കറണ്ട് ഉണ്ടാവും. അപ്പോൾ ഒരു പി എൻ ജംഗ്ഷൻ ഇനീഷ്യലി ഫാബ്രിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദർ വിൽ ബി എ ഡിഫ്യൂഷൻ കറണ്ട്. അത് നമ്മൾ എക്സ്റ്റേണലി പൊട്ടൻഷ്യൽ ഒന്നും അപ്ലൈ ചെയ്തില്ലെങ്കിലും ഉണ്ടാകുന്ന കറണ്ടിനെയാണ് ആ ഡിഫ്യൂഷൻ കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടായിട്ട് യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് നോക്കും. അപ്പോൾ വെനെവർ ദർ ഈസ് ആൻ ഇലക്ട്രോൺ ഹോൾ കംസ്, ഇലക്ട്രോൺ ഹോൾ റീകോമ്പിനേഷൻ ടേക്ക് പ്ലേസ്. There will be a definite amount of energy will be leaked from that. Okay, so consider ഈ ഇലക്ട്രോണും ഈ ഹോളും റീകമ്പൈൻ ചെയ്തു നിയർ ബൈ ദ ജംഗ്ഷൻ. ഇവിടെ
ഇലക്ട്രോണും ഹോളും റീകമ്പൈൻ ചെയ്തു, ഇവിടെ ഇലക്ട്രോണും ഹോളും റീകമ്പൈൻ ചെയ്തു. Okay. So once these electron and hole will recombine, there will be no free electrons and free holes. So ഇവിടെ ഈ റീജിയനിൽ നമ്മളൊരു പോസിറ്റീവ് മൊബൈൽ അയൺ നെഗറ്റീവ് മൊബൈൽ അയൺ മാത്രമേ ഉള്ളൂ. സോ ഒരു പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും മൊബൈൽ അയൺസ് എന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഒരു പോൾ പോലെയാണ്, ഇലക്ട്രിക് ഇതുപോലെയാണ് വർക്ക് ചെയ്യുക. സോ ദർ വിൽ ബി ആൻ ഇലക്ട്രിക് ഫീൽഡ്, ഒരു ഇലക്ട്രിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യും. This electric field will restrain the further recombination. Further recombination ഇത് റീസ്ട്രെയിൻ ചെയ്യും. അതായത് ഈ ഇലക്ട്രോണിന് ഹോളും ഇങ്ങോട്ടേക്ക് ജമ്പ് ചെയ്യാനായിട്ട് സമ്മതിക്കില്ല ഇനി ഫർദർ ആയിട്ടുള്ള. അപ്പോൾ വൺസ് ഫർദർ റീകോമ്പിനേഷൻ റീകോമ്പിനേഷൻ ഹാപ്പൻ, ദർ വിൽ ബി എ റീസ്ട്രെയിനിങ് ഫോഴ്സ് ഡ്യൂ ടു ദിസ് ഇലക്ട്രിക് ഫീൽഡ് നിയർ ദ ജംഗ്ഷൻ. അപ്പോൾ അത് ഒരു ആ റീജിയനെ നമ്മൾ സാധാരണ പറയുക ഡിപ്ലീഷൻ റീജിയൻ എന്നാണ്. ഡിപ്ലീഷൻ എന്ന് പറഞ്ഞാൽ ചാർജസ് ആർ ഡിപ്ലീറ്റഡ് ഓഫ് ഹിയർ, ഫ്രീ ചാർജസ് ആർ ഡിപ്ലീറ്റഡ് ഓഫ്, ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് നോൺ ആസ് ഡിപ്ലീഷൻ റീജിയൻ. അപ്പോൾ ഒരു ഡിപ്ലീഷൻ റീജിയൻ ഉണ്ടാവും. ആ ഡിപ്ലീഷൻ റീജിയൻ മൂലം ഫർദർ റീകോമ്പിനേഷൻ ഇത് സമ്മതിക്കില്ല അടുത്തുള്ള. ഓക്കെ, സോ ഡ്യൂ ടു ദിസ് ഇലക്ട്രിക് ഫീൽഡ് ദർ വിൽ ബി ആൻ ഇലക്ട്രിക് ഫീൽഡ് പൊട്ടൻഷ്യൽ. ഫോർ സിലിക്കൺ ടൈപ്പ് മെറ്റീരിയൽ ആണെങ്കിൽ ഈ പൊട്ടൻഷ്യൽ, ഈ ഇനീഷ്യലി ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ നിയർലി 0.7 വോൾട്ടാണ്. ജർമ്മനി ആണെങ്കിൽ നിയർലി 0.3 വോൾട്ടാണ്. അപ്പോൾ ഈ 0.3 വോൾട്ട്, ഈ 0.7 വോൾട്ടേജ് മൂലം ഇനീഷ്യലി ഇന്റേണലി ഉണ്ടാകുന്ന മൂലം ഫർദർ റീകോമ്പിനേഷൻ ഇത് സമ്മതിക്കില്ല. ഓക്കെ, ഫൈൻ. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഡയോഡ് ബയാസ് ഒന്നും ചെയ്യാത്തപ്പോൾ ഒരു കണ്ടീഷനിൽ ഒരു ഡയോഡ് ഇരിക്കുന്നത് ഇങ്ങനെയാണ്. അതിനൊരു ഡിപ്ലീഷൻ നിയർ ദ ജംഗ്ഷനിൽ ഒരു ഡിപ്ലീഷൻ റീജിയൻ ഉണ്ടാവും. ഡിപ്ലീഷൻ റീജിയൻ മൂലം ഫർദർ റീകോമ്പിനേഷൻ, ഇലക്ട്രോൺ ഹോൾ റീകോമ്പിനേഷൻ, ഡിഫ്യൂഷൻ കറണ്ട് പ്രൊഹിബിറ്റ് ചെയ്യും. ഓക്കെ, സോ ദിസ് ഈസ് ഇന്റേണലി ഇൻസൈഡ്. വൺസ് ഒരു PN ജംഗ്ഷൻ ഫാബ്രിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയായിരിക്കും ഇരിക്കുക. ഓക്കെ, സോ ഇനി നമ്മൾ കൊടുക്കാൻ പോകുന്ന പൊട്ടൻഷ്യലാണ്. ഇതിന് അക്രോസ് ആയിട്ട് നമ്മൾ 2 ടൈപ്സ് പൊട്ടൻഷ്യൽ കൊടുക്കുക. അപ്പോൾ ഒരു PN ജംഗ്ഷൻ ഡയോഡിന് നമുക്കറിയാം, ഒരു PN ജംഗ്ഷൻ ഡയോഡിന് സാധാരണ സിംബോളിക്കായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ദിസ് ഈസ് P ടൈപ്പ്, ദിസ് ഈസ് N ടൈപ്പ്. ഓക്കെ, ഇങ്ങനെയാണ് അത് ചെയ്യുക. സോ ഇതിനെ ഇനി ബയാസ് ചെയ്യാം. 2 ടൈപ്പ് ബയാസിങ് ചെയ്യാം. ഒന്നില്ലെങ്കിൽ നമുക്ക് ദിസ് ഈസ് P ആൻഡ് ദിസ് റീജിയൻ ഈസ് ആനോഡ് ആൻഡ് ദിസ് ഈസ് കാഥോഡ്. ഓക്കെ, ഒന്നില്ലെങ്കിൽ നമുക്ക് ആനോഡിൽ പോസിറ്റീവ് പൊട്ടൻഷ്യൽ കൊടുക്കാം, കാഥോഡിൽ നെഗറ്റീവ് പൊട്ടൻഷ്യൽ കൊടുക്കാം. അല്ലെങ്കിൽ ആനോഡിൽ നെഗറ്റീവ് പൊട്ടൻഷ്യൽ കൊടുക്കാം, കാഥോഡിൽ പോസിറ്റീവ് പൊട്ടൻഷ്യൽ കൊടുക്കാം. അപ്പോൾ 2 രീതിയിൽ നമുക്ക് ഇതിനകത്ത് പൊട്ടൻഷ്യൽ കൊടുക്കാം. ഒന്നില്ലെങ്കിൽ നമുക്ക് ഫോർവേഡ് ബയാസ് ചെയ്യാം. ഫോർവേഡ് ബയാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആനോഡിൽ പോസിറ്റീവ് പൊട്ടൻഷ്യൽ കൊടുക്കുന്നതാണ് ഫോർവേഡ് ബയാസ് എന്ന് പറയുന്നത്. ഓക്കെ, ലൈക്ക് ദാറ്റ്. ആനോഡിൽ കാഥോഡിൽ പോസിറ്റീവ് പൊട്ടൻഷ്യൽ കൊടുക്കുന്നതിനാണ്. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? ഫോർവേഡ് ബയാസ് കൊടുക്കുമ്പോൾ, ഇതിനകത്ത് ഫോർവേഡ് ബയാസ് കൊടുക്കുമ്പം ആനോഡിൽ ദിസ് ഈസ് P റീജിയൻ ആണ്. P റീജിയനിൽ ഒരു പോസിറ്റീവ് പൊട്ടൻഷ്യൽ ആണ് കൊടുക്കുന്നത്. സോ ഇവിടെ ഒരു പോസിറ്റീവ് പൊട്ടൻഷ്യൽ, ഈ ടെർമിനലിൽ ഒരു പോസിറ്റീവ് പൊട്ടൻഷ്യൽ ഉള്ളപ്പോൾ എന്താണ്, ഈ ഹോൾ ഉണ്ട്. അപ്പോൾ ഹോൾ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജ് ആണ്. ഈ പോസിറ്റീവ് ചാർജ് ഈ പോസിറ്റീവ് പൊട്ടൻഷ്യൽ റിപ്പൽ ചെയ്യും. അപ്പോൾ റിപ്പൽ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നിയർ ദ ജംഗ്ഷനിലേക്ക് ഈ ഹോൾസ് പോകും. അതുപോലെ N ടൈപ്പ് റീജിയനിൽ നെഗറ്റീവ് പൊട്ടൻഷ്യലാണ് നമ്മൾ കൊടുക്കുന്നത് ബാറ്ററിയുടെ. സോ ഡ്യൂ ടു ദിസ് നെഗറ്റീവ് പൊട്ടൻഷ്യൽ ദി ഇലക്ട്രോൺസ് ആർ റിപ്പൽ ഓഫ്. അപ്പം അത് റിപ്പൽ ചെയ്യുമ്പോൾ അതും ജംഗ്ഷനിലേക്കാണ് പോകുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് കുറയും. അപ്പം ഞാനൊരു വേരിയബിൾ ആയിട്ടൊരു വോൾട്ടേജ് സോഴ്സ് ആണ് വെക്കുന്നതെന്ന് വിചാരിക്കുക. വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ച് ഇത് കൂടുതൽ ഇങ്ങോട്ടേക്ക് പോകും. അപ്പോൾ ഒരു 0.7 വോൾട്ടേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു സിലിക്കൺ ഡയോഡാണെന്ന്, സെമി കണ്ടക്ടർ ഡയോഡാണെന്ന് വിചാരിക്കുക. 0.7 വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ഇവിടെ ഓൾറെഡി ഡിപ്ലീഷൻ റീജിയനിൽ ഒരു 0.7 വോൾട്ടേജ് ഉണ്ട്, കട്ടിൻ വോൾട്ടേജ് ഉണ്ട്. ഡ്യൂ ടു ദീസ് ഇലക്ട്രിക് ഇൻസൈഡ്, ഒരു ഡയോഡിൻ്റെ ഇൻസൈഡ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഒരു 0.7 വോൾട്ടേജ് വരെ ഇവിടെ ഒരു ഡിപ്ലീഷൻ റീജിയൻ ഉണ്ട്. 0.7 വോൾട്ടേജിന് കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഡിപ്ലീഷൻ റീജിയൻ കംപ്ലീറ്റ്ലി കട്ടാവും. പിന്നെ അപ്പോൾ ഇവിടെ നെഗറ്റീവ് പൊട്ടൻഷ്യൽ കൊടുത്തേക്കുന്ന കാരണം ഈ ഹോൾസ് ഈസിലി സ്റ്റാർട്ട് ടു മൂവ് ടു ദി ദിസ് നെഗറ്റീവ് ചാർജ്, ആൻഡ് ഹിയർ ഇറ്റ് ഈസ് പോസിറ്റീവ് പൊട്ടൻഷ്യൽ, ഇലക്ട്രോൺ സ്റ്റാർട്ട് ടു മൂവ് ത്രൂ ദി
through the junction and it reaches in this terminal. അപ്പോൾ ഒരു ലാർജ് കറണ്ട് സ്റ്റാർട്ട് ടു ഫ്ലോ. ഓക്കെ, അപ്പം നമ്മളൊരു ഫോർവേഡ് ബയാസിൽ നമ്മൾ വോൾട്ടേജ് വേഴ്സസ് കറണ്ട് കർവ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലസ് വി പ്ലസ് ഐ ഇതിലൂടെയുള്ള കറണ്ട്. അപ്പോൾ ഇനീഷ്യലി ഞാനിങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 0.7 വോൾട്ടേജ് ആയി കഴിഞ്ഞാൽ there will be a sharp increase. So this is 0.7 voltage for silicon diode. For germanium diode it is 0.3 voltage. അപ്പോൾ ആ 0.7 വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇൻറ്റേർണലി ഉള്ള വോൾട്ടേജ് ആണ്. ആ ഇൻറ്റേർണലി ഉള്ള വോൾട്ടേജിനേക്കാളും കൂടുതലായിട്ടൊരു വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ ലാർജ് കറണ്ട് വിൽ ബി സ്റ്റാർട്ട് ടു ഫ്ലോ ഇൻ ഫോർവേഡ് ബയാസ്. ഓക്കെ, അങ്ങനെയാണ് ഫോർവേഡ് ബയാസിൽ നമുക്ക് ഇങ്ങനെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് കിട്ടുന്നത്. ഓക്കെ, ദെൻ ഇൻ റിവേഴ്സ് ബയാസ് ഞാനിത് ജസ്റ്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ പ്രോബ്ലം ചെയ്യുമ്പം ഈ ഐഡിയ ഫുള്ളായിട്ട് ഡൈജസ്റ്റ് ആയില്ലെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, so in the reverse bias, so this is the diode. ആനോഡിൽ നെഗറ്റീവ് പൊട്ടൻഷ്യൽ, കാഥോഡിൽ ഒരു പോസിറ്റീവ് പൊട്ടൻഷ്യൽ കൊടുക്കും. ഇറ്റ്സ് എ വേരിയബിൾ സപ്ലൈ. ദിസ് ഇസ് ആനോഡ് ആൻഡ് ദിസ് ഇസ് കാഥോഡ്. ഓക്കെ, സോ മൈനസ് വോൾട്ടേജ്, അതിൻ്റെ മൈനസ് വോൾട്ടേജ് ആയിട്ടാണ് ഞാൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ബാറ്ററിയുടെ പൊളാരിറ്റി ചേഞ്ച് ചെയ്ത കാരണം മൈനസ് കറണ്ട്. ഓക്കെ, അപ്പോൾ ഈ കേസിൽ എന്താണ് സംഭവിക്കുന്നത്? ഈ കേസിൽ ഞാനിവിടെ കൊടുക്കാൻ പോകുന്നത് പി ടൈപ്പ് റീജിയൻ നെഗറ്റീവ് പൊട്ടൻഷ്യൽ ആണ് കൊടുക്കാൻ പോകുന്നത്. ഡ്യൂ ടു ദിസ് നെഗറ്റീവ് പൊട്ടൻഷ്യൽ ദ ഹോൾസ് ആർ അട്രാക്റ്റഡ്. നെഗറ്റീവ് ഓപ്പോസിറ്റ് ചാർജ് വിൽ ബി അട്രാക്ട്. സോ ദിസ് ഹോൾ വിൽ ബി മൂവ് ടു ദിസ് ടെർമിനലിലേക്ക് മൂവ് ചെയ്യും. ഇവിടെ ഒരു പോസിറ്റീവ് പൊട്ടൻഷ്യൽ കൊടുത്തേക്കുന്ന കാരണം ഈ ഇലക്ട്രോൺസ് മൂവ് ചെയ്യും. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഈ ഇലക്ട്രോൺസ് ഒക്കെ കമ്പാരിറ്റീവ്ലി ഈ ടെർമിനലിൻ്റെ അടുത്തേക്ക് വരും. ഈ ഹോൾസ് ഒക്കെ കമ്പാരിറ്റീവ്ലി ടെർമിനലിൻ്റെ അടുത്തേക്ക് വരും. അപ്പോൾ ഈ ഹോൾസും ഒക്കെ അക്യുമുലേറ്റ് ചെയ്യുന്നത് ഈ ടെർമിനലിൻ്റെ അടുത്താണ്. ഈ ഇലക്ട്രോൺസ് ഒക്കെ അക്യുമുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ ഒരു ഡിപ്ലീഷൻ റീജിയൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഡിപ്ലീഷൻ റീജിയൻ്റെ വിട്ട് കൂടിക്കൊണ്ടിരിക്കും നമ്മൾ വോൾട്ടേജ് കൂടിക്കഴിഞ്ഞാൽ. ഡിപ്ലീഷൻ റീജിയൻ എന്ന് പറഞ്ഞാൽ ചാർജ് ഇല്ലാത്ത റീജിയനാണ്. കാരണം ചാർജ് എല്ലാം ഇവിടുന്ന് മൂവ് ചെയ്ത് ടെർമിനലിലേക്ക് വന്നു. ഈ ചാർജ് എല്ലാം മൂവ് ചെയ്ത് ഈ ടെർമിനലിലേക്ക് വന്നു. സോ വിഡ്ത്ത് ഓഫ് ദ ഡിപ്ലീഷൻ റീജിയൻ വിൽ ഇൻക്രീസ് ആൻഡ് ദർ വിൽ ബി നോ കറണ്ട്. സോ ഒരു കറണ്ട് ഫ്ലോ ചെയ്യില്ല. ഓൺലി ദ മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് കറണ്ട് വിൽ ബി സ്റ്റാർട്ട് ടു ഫ്ലോ. സോ ദാറ്റ് കറണ്ട് ഈസ് നോൺ ആസ് റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട്. അതെന്ന് പറയുന്നത് നോട്ട് ഡിപ്പെൻഡിങ് അപ്പോൺ ദ വോൾട്ടേജ്. ഈ നെഗറ്റീവ് റിവേഴ്സ് വോൾട്ടേജിന് ഡിപ്പെൻഡ് ചെയ്യില്ല. അത് മൈനോറിറ്റി കാരിയേഴ്സിൻ്റെ നമ്പറിനെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, സോ there will be in reverse bias, there will be reverse saturation current. Generally denoted as I0. This is due to minority carriers. This is not due to majority carriers. Due to minority carriers. കാരണം മെജോറിറ്റി കാരിയേഴ്സ് ഒന്നും മൂവ് ചെയ്യില്ല. കാരണം എന്താ? മെജോറിറ്റി കാരിയേഴ്സ് എല്ലാം ഇവിടെ വന്ന് നിൽക്കുകയാണ്, ടെർമിനലിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ നമ്മളിനി ഇതിനകത്തുള്ള കറണ്ട് കൂട്ടണമെങ്കിൽ, റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് കൂട്ടണമെങ്കിൽ എന്ത് സംഭവിക്കണം? മൈനോറിറ്റി കാരിയേഴ്സിൻ്റെ എണ്ണം കൂട്ടണം. മൈനോറിറ്റി കാരിയേഴ്സിൻ്റെ നമ്പർ കൂട്ടണമെങ്കിൽ എന്താണ് സംഭവിക്കുക? ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൈനോറിറ്റി കാരിയേഴ്സിൻ്റെ നമ്പർ കൂടും. ഓക്കെ, അപ്പോൾ ഈ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് ഈസ് നോട്ട് ഡിപ്പെൻഡിങ് അപ്പോൺ ദി വോൾട്ടേജ്. അപ്ലൈഡ് വോൾട്ടേജിനെ ഡിപ്പെൻഡ് ചെയ്യില്ല, ടെമ്പറേച്ചറിനാണ് ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ദ റിവേഴ്സ് സാച്ചുറേഷൻ, അതിനൊരു ഇക്വേഷൻ ഉണ്ട്. ഇത് വെച്ചിട്ട് പ്രോബ്ലം ചോദിക്കാറുണ്ട്. സാച്ചുറേഷൻ കറണ്ട് ഗെറ്റ് ഡബിൾസ് for every 10 degree centigrade of rise in temperature. ഓക്കെ, സോ ഞാനിപ്പോൾ ഒരു 10 ഡിഗ്രി സെൽഷ്യസിൽ എനിക്ക് ഒരു 1 നാനോ ആംബിയർ കറണ്ടാണ് റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ 20 ഡിഗ്രിയിൽ എനിക്ക് 2 നാനോ ആംബിയർ ആവും. ഓക്കെ, 30 ഡിഗ്രിയിലോ 4 നാനോ ആംബിയർ ആവും. 40 ഡിഗ്രിയിലോ 8 നാനോ ആംബിയർ ആവും. സോ എവറി 10 ഡിഗ്രി റൈസിങ് ടെമ്പറേച്ചറിന്
reverse saturation current get doubles. This is a very important point. ഇത് വെച്ചിട്ട് പ്രീവിയസ് ഇയറിൽ പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ നമ്മൾ സാധാരണ ഡയോഡ് പറയുമ്പോൾ ഫോർവേഡ് ബയാസിൽ കണ്ടക്ട് ചെയ്യും, റിവേഴ്സ് ബയാസിൽ കണ്ടക്ട് ചെയ്യില്ല. റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ കറണ്ടാണ്, അതൊന്നും കണ്ടക്ട് ചെയ്യില്ല എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മളൊരു വി ഐ ക്യാരക്ടറിസ്റ്റിക്സ് വരയ്ക്കുമ്പോൾ ഡയോഡിൻ്റെ വി ഐ ക്യാരക്ടറിസ്റ്റിക്സ് വരയ്ക്കുമ്പോൾ ഈ രണ്ട് ഫോർവേഡ് ബയാസും റിവേഴ്സ് ബയാസോടെ കൂടിയാണ് വരയ്ക്കുന്നത്. സോ ഇന്ന് പ്രാക്ടിക്കൽ ഡയോഡിൽ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. ഓക്കെ, so this is in forward bias plus V plus I minus V minus I. So this is the saturation current and this is the cut-in voltage VC. Okay, this is a 0.7 for silicon and the 0.3 for germanium. I0 is in the few nanoampere. So depending upon the temperature. When the temperature rises, this current will also increases. It will not depending upon the reverse voltage applied to the diode. So the current equation, so the diode current equation can be written as V by eta Vt minus 1. This is a very important equation. ഇത് വെച്ചിട്ട് പ്രോബ്ലംസ് എപ്പോഴും തന്നെ ചോദിക്കാറുണ്ട്. സോ ഡയോഡിലുള്ള നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാം, ഇതൊരു എക്സ്പൊണൻഷ്യൽ സീരീസിൻ്റെ ഉള്ള ഒരു കർവാണ്. സോ ഡയോഡിലുള്ള കറണ്ടിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് I0 is the reverse saturation current, e raised to V is the voltage applied across the diode, and eta is the ideality factor, and Vt is the thermal voltage that I can mention. Okay, where Id is the diode current through the diode, and V is the voltage across diode, and Vt is the thermal voltage, ഓക്കെ. ഈ ഇക്വേഷൻ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാവുന്ന ഇഷ്ടം പോലെ പ്രോബ്ലം ചോദിക്കാറുണ്ട്. തെർമൽ വോൾട്ടേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വി നോ ദാറ്റ് KT/Q, where K is the Boltzmann constant, T is the temperature in Kelvin, and Q is the charge carriers, and it is where K/Q, that is approximately 11,600. ഇപ്പോൾ റൂം ടെമ്പറേച്ചറിലാണെന്ന് പറഞ്ഞാൽ വേർ കെയുടെ വാല്യൂം ക്യൂയുടെ വാല്യൂം കോൺസ്റ്റൻ്റ് ആണ്. റൂം ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ you can consider T is 300 degree Kelvin. So at that time thermal voltage is approximately 26 millivolt. ഇപ്പോൾ പ്രോബ്ലത്തിൽ റൂം ടെമ്പറേച്ചർ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ടേക്കൺ ദാറ്റ് തെർമൽ വോൾട്ടേജ് ഈസ് അപ്രോക്സിമേറ്റ്ലി 26 millivolt ആണെന്ന് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ആൻഡ് ഈറ്റ ഈസ് ദ ഐഡിയാലിറ്റി ഫാക്ടർ. Eta is ideality factor, and for germanium diode it is 1, and silicon diode it can be considered as 2, is ideality factor. So these things should be, നിങ്ങൾ ഇത് ബൈ ഹാർട്ട് ആക്കണം. ID is I0 e raised to V by eta Vt minus 1. ഓക്കെ, സോ ഇൻ റിവേഴ്സ് ബയാസിൽ V എന്ന് പറയുന്നത് റിവേഴ്സ് വോൾട്ടേജ് ആണ്. സോ ഇ റേസ് ടു മൈനസ് വി എന്ന് വരും. ഇ റേസ് ടു മൈനസ് ഈസ് നെഗറ്റീവ് ഈസ് അപ്രോക്സിമേറ്റ്ലി 0 വാല്യൂ. സോ 0 മൈനസ് 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈനസ് I0 എന്ന് കിട്ടും. സോ ഇൻ റിവേഴ്സ് ബയാസിൽ ID ഷുഡ് ബി ഓൾമോസ്റ്റ് മൈനസ് I0. ഇൻ ഫോർവേഡ് ബയാസ് ഇറ്റ് വിൽ ബി ഡിപ്പെൻഡിങ് അപ്പോൺ ദി വോൾട്ടേജ്, അപ്ലൈഡ് വോൾട്ടേജ് ആൻഡ് ദി തെർമൽ വോൾട്ടേജ് ആൻഡ് ദി ഐഡിയാലിറ്റി ഫാക്ടർ. ഇറ്റ് ഈസ് ഓൾസോ ഡിപ്പെൻഡിങ് അപ്പോൺ ദീസ് വാല്യൂ. ഓക്കെ, from this equation we understood these things. ഓക്കെ, ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്. പ്രോബ്ലംസ് നിങ്ങൾ ഉറപ്പായിട്ടും മനസ്സിലാക്കും. ഓക്കെ, ഇനി ഡയോഡിൻ്റെ അപ്രോക്സിമേഷൻ ആണ്. ഡയോഡ് അപ്രോക്സിമേഷൻ നമ്മൾ ഇതിനു മുമ്പ് ഡയോഡൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ 1-2 കാര്യം നോക്കിയായിരുന്നു. ഐഡിയൽ ഡയോഡ്സിൻ്റെ കേസിൽ ഇൻ ഫോർവേഡ് ബയാസിൽ it will conduct, and reverse bias it will be act as an open switch എന്നാണ് പറയുന്നത് അല്ലേ.
നമ്മൾ ഒരു സ്വിച്ചിങ് ആപ്ലിക്കേഷൻ പോലെയാണ് ഡയോഡിന് പറയുന്നത്. കാരണം ഇൻ ഫോർവേഡ് ബയാസിൽ ഒരു കട്ട് ഇൻ വോൾട്ടേജ് ഉണ്ടെങ്കിലും 0.7 വോൾട്ടേജ് ഒരു കട്ട് ഇൻ വോൾട്ടേജ് ആയിട്ട് പറയുന്നുണ്ടെങ്കിലും ഈവൻ ഐഡിയൽ കേസിൽ ഈവൻ എ സ്മോൾ ഫോർവേഡ് ബയാസ് ഇറ്റ് വിൽ ബി ആക്ട് ആസ് എ ക്ലോസ്ഡ് സ്വിച്ച് എന്നാണ് പറയുന്നത്. In reverse bias it will be act as an open switch. There will be some leakage current is there. എന്നാൽ നമ്മൾ ഐഡിയലി നമ്മൾ പറയുമ്പം അത് ഓപ്പൺ സ്വിച്ച് ആയിട്ടാണ് റിവേഴ്സ് ബയാസിൽ പറയുന്നത്. സോ ദർ വിൽ ബി ഫസ്റ്റ് അപ്രോക്സിമേഷൻ. ഫസ്റ്റ് അപ്രോക്സിമേഷൻ എന്ന് പറയുന്നത് ഐഡിയൽ ആയിട്ടുള്ള അപ്രോക്സിമേഷൻ ആണ്. Ideal approximation. In ideal approximation, it will be act as a switching application. So it will be like this. The diode can be considered as a switch. അപ്പോൾ സ്വിച്ച് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഒരു വി ഐ ക്യാരക്ടറിസ്റ്റിക്സ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലസ് വി കൊടുക്കുമ്പോഴേക്കും എ ലാർജ് കറണ്ട് വിൽ ബി സ്റ്റാർട്ട് ടു ഫ്ലോ. ദർ വിൽ ബി നോ ഡ്രോപ്പ്. അപ്പോൾ നമ്മൾ വരച്ച് കഴിയുമ്പോൾ ഇങ്ങനെ വരയ്ക്കുക. ദർ വിൽ ബി നോ ഡ്രോപ്പ്. ഈവൻ എ സ്മോൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ലാർജ് കറണ്ട് സ്റ്റാർട്ട് ടു ഫ്ലോ. ഇൻ റിവേഴ്സ് നെഗറ്റീവ് വോൾട്ടേജിൽ in negative voltage there will be no current. It will be act as a open switch. So its characteristics will be look like this. In plus voltage even a small there will be no drop എന്നാണ് പറയുന്നത്. അപ്പം ഫോർവേഡ് ബയാസ് ഇറ്റ് വിൽ ബി ആക്ട് ആസ് എ ക്ലോസ്ഡ് സ്വിച്ച്. ദാറ്റ് മീൻസ് ക്ലോസ്ഡ് സ്വിച്ച് ആണെങ്കിൽ ഒരു സ്മോൾ പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പോലും ഒരു ലാർജ് കറണ്ട് സ്റ്റാർട്ട് ടു ഫ്ലോ. ഇൻ റിവേഴ്സ് ബയാസിൽ it will be act as an open switch. There will be no current. എത്ര വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാലും there will be no current. This is ideal approximation. It's a first approximation. Then there will be a second approximation is there. Second approximation. Okay, in second approximation there will be a cut-in voltage. You can consider it's a switch. Switch ഇത് കൺസിഡർ ചെയ്യാൻ പറ്റും. But there will be a cut-in voltage is there. Cut-in voltage and switch. So how it look like? After the cut-in voltage it will be directly conduct. Means that means its response will be look like this. There is a cut-in voltage വരെ ഇത് ഓപ്പൺ ആയിട്ടായിരിക്കുക. cut-in voltage കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലോസ്ഡ് സ്വിച്ച്. And in reverse bias it will be always act as a closed switch. So after the cut-in approximated as a closed switch. So this cut-in voltage ന് ശേഷം മാത്രമേ ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യുള്ളൂ. There will be a large current will be start to flow. This is the second approximation of diode. And there will be approximation. Third approximation. In third approximation there will be a cut-in voltage is there. There is a cut-in voltage and there will be a resistance is also there. VC and in VA characteristics there will be a cut-in voltage is there. In forward bias will be cut-in voltage. After that there will be a resistance is also there. So this graph will be look like this. Reverse bias it will be act as open bias. It will be act as a closed switch after the cut-in voltage. But also there is a slope for VA curve. How fine. So it is almost equivalent to this our practical response. Practical response ഒരു exponential curve ആയിരുന്നു, ഇങ്ങനെ ഒരു exponential curve ആയിരുന്നു. But it is like a slope. Depending upon this resistance value, the slope will change.
This is about the third approximation. Okay, fine. I hope you clear these ideas.